ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കളർ കുറഞ്ഞവർക്ക് പെട്ടെന്ന് കളർ വയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫേസ് പാക്കിനെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഐറ്റം കൊണ്ട് തന്നെ നമ്മൾക്കത് തയ്യാറാക്കിയെടുക്കാം. ഒരു പണച്ചെലവും നമുക്കതിനാവശ്യമില്ല. പിന്നെ അതിന് വെറും 3 ഐറ്റങ്ങൾ മാത്രം മതി. നമ്മുടെ വീട്ടിൽ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണിത്. ഒന്നെന്ന് പറയുന്നത് ബീട്രൂട്ട്, രണ്ടാണെങ്കിൽ റാഗി, മൂന്നെന്ന് പറഞ്ഞാൽ തൈര്, തൈരോ അല്ലെന്നുണ്ടെങ്കിൽ പാലോ, ഇതിലേതെങ്കിലും നമ്മൾക്ക് മിക്സ് ആക്കാം അതിൻ്റെ കൂട്ടത്തിൽ. ഇതാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ചെയ്യുന്നതോടുകൂടി നമുക്ക് നല്ല മുഖത്ത് നല്ല തിളക്കമാർന്ന മുഖം കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നല്ല കളർ വയ്ക്കാനും നല്ല ഒരു ടിപ്പാണിത്. പറയാൻ കാര്യം, ഇത് ഒരാഴ്ച മാത്രം നമ്മൾക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കതിന് നല്ല റിസൾട്ട് കിട്ടും. ഒറ്റയാഴ്ച കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ട് കാണാം. ഇതാണെന്നുണ്ടെങ്കിൽ നിത്യവും നമ്മൾ ഒരു മാസം അടുപ്പിച്ചത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റം ഉണ്ടാകും. നല്ല കളർ വയ്ക്കും. അതിന് ഞാൻ 100% ഗ്യാരണ്ടി തരുന്നു. അത്രയ്ക്ക് മാറ്റം തരുന്ന ഒരു ഫേസ് പാക്കാണിത്. ഞാനിനി അത് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. ഞാനിത് തയ്യാറാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് റാഗിയാണ്. ഇത് റാഗിയാണെന്നുണ്ടെങ്കിൽ ഞാനിത് പൊടിച്ചതാണ്, റാഗിപ്പൊടി കേട്ടോ. റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് റാഗിപ്പൊടി എടുത്ത് നമുക്ക് അതിന് ആവശ്യത്തിനനുസരിച്ച് ഇത് പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാളത്തേനും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ രണ്ടാമത് ഞാനാണെന്നുണ്ടെങ്കിൽ എടുത്തേക്കുന്നത് പറഞ്ഞില്ല ബീട്രൂട്ട് എന്ന് പറഞ്ഞാൽ ഞാനിത് ഒരു 4-5 ബീട്രൂട്ട് എടുത്തായിരുന്നു. ബീട്രൂട്ട് 4-5 എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഇത് അരിഞ്ഞ് ഉണക്കി പൊടിച്ചതാണിത്. ഇതാകുമ്പോൾ നമുക്ക് എപ്പോഴും അല്ലാതെ നമുക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ മാസങ്ങളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒരു കേട് വരികയില്ല. ഇത് നമ്മൾ ഉണങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ഇത് കുറച്ചേ ഉള്ളായിരുന്നു. അത് നന്നായിട്ട് ഞാൻ പൊടിച്ച് പകുതി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, പകുതി ഇത് പൊടിച്ച് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വേണമെങ്കിൽ ഓരോ പ്രാവശ്യവും നമ്മൾ എടുക്കുമ്പോൾ ഓരോ സ്പൂണ് വെച്ച് ഇതെടുത്ത് തയ്യാറാക്കി ഉപയോഗിച്ചാൽ മതി. അതാകുമ്പോൾ എത്ര നാൾ വേണേലും കേടുകൂടാതെ ഇരിക്കും ഇത് കേട്ടോ. ഇത് തയ്യാറാക്കേണ്ട വിധം ഞാൻ പറഞ്ഞു തരാമേ. ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ 1 സ്പൂണാണെന്നുണ്ടെങ്കിൽ റാഗി എടുക്കുക. ഒറ്റ സ്പൂണ്, 1 സ്പൂൺ മതി. നമുക്ക് പിന്നെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. ഒരുപാട് നമുക്കിതിൻ്റെ ആവശ്യമില്ലല്ലോ. 1 സ്പൂൺ എടുക്കുക. പിന്നെ ബീട്രൂട്ട്, ഞാൻ പറഞ്ഞല്ലോ ബീട്രൂട്ട് ഞാനിത് പൊടിച്ചതാണ്. ഒരു 3-4 ദിവസം ഇതെടുത്ത് ഞാൻ ഉണങ്ങാനായിട്ട് വെച്ചു. ഉണങ്ങാൻ വെച്ചിട്ട് നന്നായിട്ടത് പിന്നെ മിക്സിയിലിട്ട് പൊടിച്ചതാണ്. 1 സ്പൂൺ എടുക്കുന്നുള്ളൂ കേട്ടോ. അതേണ്ടേ റാഗി നന്നായിട്ട് ഉണങ്ങിയതാണ്. അപ്പം പിന്നെ നമ്മൾക്ക് എത്ര നാൾ വേണേലും ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എടുത്തേക്കുന്നത് ഞാൻ തൈര് എടുത്തേക്കുന്നത് കേട്ടോ. 1 സ്പൂൺ തൈര് എടുക്കുന്നുണ്ട്. ഇതും കൂടെ മിക്സ് ചെയ്യുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തേ. ഇത് നന്നായിട്ട് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ബീട്രൂട്ട് ആണെന്നുണ്ടെങ്കിൽ അരിഞ്ഞ് നമ്മൾ നന്നായിട്ട് അതെങ്കിൽ ഉണക്കിയാൽ മതി. ഉണക്കി കഴിഞ്ഞാൽ അത് നന്നായിട്ട് അത് പൊടിച്ചെടുക്കാൻ പറ്റും. ഒരു 3-4 ദിവസമായിട്ട് നമുക്ക് വെയിലത്ത് നന്നായിട്ട് വെച്ചാൽ മതി. ഇപ്പോൾ നല്ല വെയിലുണ്ടല്ലോ, അങ്ങനെ ചെയ്താൽ മതി. അതിന് ഞാൻ പറഞ്ഞില്ല, പിന്നീട് നമുക്ക് തൈര് വേണമെങ്കിൽ ഉപയോഗിക്കാം, പാല് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഏത് ഉപയോഗിച്ചാലും നല്ലതാണ്. ഒരുപാട് നല്ല റിസൾട്ട് കിട്ടും. ഇത് നമ്മളത് നിത്യവും ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതായിട്ട് നമ്മൾക്ക് കാണാം കേട്ടോ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല വെയിലുള്ള സമയമൊക്കെ ആണല്ലോ. ഈ വെയിലത്തൊക്കെ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മുഖമൊക്കെ കരുവാളിപ്പൊക്കെ ഉണ്ടാവുകയും ചെയ്യും. മുഖത്തൊക്കെ നന്നായിട്ട് കരുവാളിപ്പൊക്കെ വരും. അതാണ് തൈര് ഉപയോഗിക്കുന്നത്. തൈരും കൂടെ ആഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പാല് വേണമെങ്കിൽ ഞാൻ പറഞ്ഞാലും പാല് വേണമെങ്കിൽ ഉപയോഗിക്കാം, തൈര് വേണമെങ്കിൽ ഉപയോഗിക്കാം. രണ്ടും നമുക്ക് ചെയ്താലും നല്ല ഗുണമാണ്. നല്ല റിസൾട്ട് കിട്ടുന്നതാണ് എന്തായാലും. ഇപ്പം ഈ വെയിൽ കൊണ്ടുള്ള കരുവാളിപ്പൊക്കെ മാറാനായിട്ട് തൈര് നല്ലതായിട്ട് നമുക്കത് പ്രയോജനം ചെയ്യും. അതിനാണ് ഞാൻ തൈര് ഉപയോഗിക്കുന്നത്. അപ്പം തൈര് ഉപയോഗിക്കുന്നതോടുകൂടി ഞാൻ പറഞ്ഞില്ല, മുഖത്തിന് നല്ല കളർ വയ്ക്കും. എന്നുവെച്ചാൽ ബ്ലീച്ചിന് തുല്യമാണ് ഈ തൈരെന്ന് പറയും. കുറച്ച് പുളിപ്പൂടൊക്കെ ഉണ്ടല്ലോ. അപ്പം ഒരുപാട് നല്ല റിസൾട്ട് കിട്ടുന്ന ആണ് ഇത്. ഈ പായ്ക്കിട്ടാൽ നല്ല റിസൾട്ട് കിട്ടും. അതുതന്നെയല്ല, മുഖത്ത് നല്ല രക്തപ്രസാദം ഉണ്ടോ. അത് ഡെയിലി ഇത് ചെയ്യും തോറുന്നുണ്ടല്ലോ കളർ വെക്കുകയും ചെയ്യും. അതിലൂടെ തന്നെ മുഖത്ത് നല്ലൊരു രക്തപ്രസാദമൊക്കെ ഉണ്ടാകും. ഇത് ഉപയോഗിക്കുന്നത് എല്ലാവരും ഉപയോഗിച്ച് നോക്കൂ. ഒറ്റയാഴ്ച കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ്. ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തെ മാറ്റം നമ്മൾക്കറിയാം. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ കറുത്ത പാടുകൾ വരുന്നത്, മുഖക്കുരുവിൻ്റെ കറുത്ത പാട് വരുന്നത്, പിഗ്മെൻറ്റേഷൻ, ഇതെല്ലാം നമുക്ക് മാറിപ്പോകുന്നതാണ്. മുഖം നല്ല ക്ലിയർ ആകും. നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. ക്യാമറ ഓണാക്കാനിട്ട് മറന്നുപോയേ. ഇത് ഞാൻ ഫേസിൽ ഇടുകയാണേ. ഞാൻ പറഞ്ഞില്ലേ, ഇതാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടും.
റാഗിയിലൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ ബീട്രൂട്ടിലും അതുപോലെ തന്നെയാണ്. ഒരുപാട് വിറ്റാമിൻസൊക്കെ അടങ്ങിയതല്ലയോ. ഒരു കെമിക്കലും ഇല്ലാത്ത സാധനമാണല്ലോ ഇത്. ഞാൻ പറഞ്ഞില്ലോ, ഒരാഴ്ച കൊണ്ട് തന്നെ ഇത് ചെയ്തു നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ഞാൻ എൻ്റെ പൊട്ടെടുത്തില്ലല്ലോ, നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചുകൊണ്ട് ഞാനിത് ചെയ്തതാണ് കേട്ടോ. ഇപ്പോൾ ഇട്ടതാണ്. എനിക്ക് ലൈവ് പോകണ്ടാണ്, അത് ഞാൻ നല്ല റിസൾട്ട് കിട്ടും, നല്ല റിസൾട്ട് നമുക്ക് ഫേസ്. ഞാൻ പറഞ്ഞല്ലോ, നല്ല ചുമപ്പ് കളർ വരും കേട്ടോ. ഇത് ഡെയിലി ഇട്ട് കഴിയുമ്പോഴാണ്. ഒരു മാസമെങ്കിലും നമ്മൾ ഇത് ചെയ്യണം എന്ന് പറഞ്ഞു. ഒരു മാസം ആകുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് അതിനെ അറിയാൻ പറ്റുക തന്നെ ചെയ്യും. ഒരാഴ്ച കൊണ്ട് തന്നെ അറിയാം, എങ്കിലും ഒരു മാസം ആകുമ്പോൾ തന്നെ നമുക്കതിൻ്റെ നല്ല റിസൾട്ട് ഉടനെ തന്നെ അറിയാൻ പറ്റും. ഇത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴുണ്ടല്ലോ, ഫേസിൽ വിടണം, അതുപോലെ തന്നെ കഴുത്തിൽ വിടണം. ഫേസിലിടുന്ന പോലെ തന്നെ കഴുത്തിൽ വിടണം. കല്ലെന്നുണ്ടെങ്കിൽ 2 കളറായിട്ട് വരും. ഫേസ് മാത്രം വേറൊരു കളറും കഴുത്ത് വേറൊരു കളറുമായിട്ടും ആവും. അതുകൊണ്ട് എന്ത് നമ്മളാണെങ്കിലും ഇടുമ്പോഴും വന്നില്ല ഒന്ന് കഴുത്തിൽ കൊടുക്കും. ഞാനിപ്പോൾ കഴുത്തിലിടുന്നില്ല, എങ്കിലും ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അതുപോലെ തന്നെ ഒരു 20 മിനിറ്റ് ഇതിരുന്നാൽ മതി. 20 മിനിറ്റ് മാത്രം ഇരുന്നാൽ മതി. 20 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇതൊന്ന് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മളിത് കഴുകി കഴിഞ്ഞാൽ മതി കേട്ടോ. കഴുകി കളഞ്ഞാൽ മതി. ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ കൊണ്ട് കഴുകി കളയാൻ പോവാണേ. കഴുകിയിട്ട് വരാമേ. ഇത് നമ്മളൊന്ന് മസാജ് ചെയ്തതിന് കുഴപ്പമില്ല. എന്നുവെച്ചാൽ ഒരുപാടങ്ങ് വലിഞ്ഞുണങ്ങുന്നിടം വരെ നമുക്ക് ഇരിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇത്ര ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഒരു ചെറിയ നനവോടുകൂടി കൊണ്ട് കഴുകണം. അപ്പം ഒന്ന് കുറച്ച് മസാജ് ചെയ്താലും നല്ലതാണ്. ഒന്ന് മസാജ് ചെയ്യാൻ പറ്റുമല്ലോ. മസാജ് ചെയ്തിട്ട് കൊണ്ട് കഴുകിക്കളയാം കേട്ടോ. ഒരു 20 മിനിറ്റ് മാത്രം ഇരുന്നാൽ മതി. ഒരുപാട് നേരം ഇരിക്കുകയേ വേണ്ട, അതിൻ്റെ ആവശ്യമേ ഇല്ല കേട്ടോ. ഒരു 20 മിനിറ്റ് ഇരുന്നാൽ മതി. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും പറയും കളറുള്ളവരുടെ മുഖത്ത് ചെയ്യാതെ കളറില്ലാത്തവരുടെ മുഖത്ത് ചെയ്ത് കാണിക്കാൻ പറ്റും. ഇപ്പം നമുക്ക് ഉള്ള മുഖത്തല്ല ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം എൻ്റെ മുഖത്തല്ല എനിക്ക് ചെയ്ത് കാണിക്കാൻ പറ്റത്തുള്ളൂ. ഞാനിനി കഴുകിയിട്ട് വരാമേ. ഞാൻ മുഖം കഴുകിയേ. നല്ല സോഫ്റ്റായിട്ട് തോന്നുന്നു. കഴുകിയതേ ഉള്ളൂ, വെള്ളം ഇരിക്കുന്നു. പിന്നെ നമ്മൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഉണക്കിപ്പൊടിക്കണമെന്നില്ല. രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നു. പിന്നെ ഉണക്കിപ്പൊടിക്കാൻ അത് താല്പര്യമില്ലാത്തതെന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്യാൻ വയ്യാത്തവർക്ക് അത് ചെയ്യണ്ട. പിന്നെ ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഒരുപാട് നേരം വലിച്ചു നീട്ടി പറയുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ്. ഇത് ഉണക്കിപ്പൊടിക്കാൻ വയ്യാത്തവർക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മളെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാറെടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കാണെന്നുണ്ടെങ്കിൽ ഈ റാഗിപ്പൊടിയും കൂടെ മിക്സാക്കി വേണമെങ്കിലും ചെയ്താൽ മതി കേട്ടോ. ഉണക്കിപ്പൊടിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് സൗകര്യാർത്ഥമാണ്. നമുക്ക് അതുകൊണ്ട് എപ്പോഴും ഇത് ചെയ്യേണ്ട കാര്യമില്ല. പൊടിച്ച് വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ ഓരോ സ്പൂൺ വെച്ച് എടുത്തിട്ട് മിക്സാക്കി അങ്ങ് ചെയ്താൽ മതി. അതാകുമ്പോൾ ഒരുപാട് നാൾ ഇരിക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഞാനതങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്. ഞാനൊരു 3-4 ബീട്രൂട്ട് എടുത്തിട്ട് ഉണക്കിയാണ് ഇത് പൊടിച്ച് വെച്ചേക്കുന്നത്. ഇപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ നമുക്ക് മിക്സ് ചെയ്താൽ മതിയല്ലോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, തൈര് ചേർക്കാം. തൈരാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ നല്ല ഇതാണ്, റിസൾട്ട് വരുമെന്ന് തോന്നുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, പാലും ചേർക്കാം, തൈരും ചേർക്കാം. തൈരാകുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒരു ബ്ലീച്ചിന് തുല്യമാണ് തൈര്. തൈരിലൊരു പുളിപ്പുണ്ടല്ലോ, നല്ല കളർ വെക്കും. ഞാൻ 100% ഗ്യാരണ്ടി പറയുന്നു, നല്ല കളർ വെക്കും. നിങ്ങൾ ഒരു മാസം ഇത് അടുപ്പിച്ച് ചെയ്തതിന് ശേഷം വന്ന് നിങ്ങൾ കമൻ്റ് ഇടൂ. നിങ്ങൾക്ക് എന്തേലും അത് റിസൾട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടൂ. എനിക്ക് ഇന്നപോലെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ലെന്ന്. ഇത് 100% ഉറപ്പാണ്. എത്ര കളർ കുറഞ്ഞ വ്യക്തികളാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഇത് ചെയ്യുന്നത് കൂടി നല്ല കളർ വെക്കും. അതുപോലെ തന്നെ ബീട്രൂട്ട് ആകുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു നല്ല ചുമപ്പ് കളറാവും മുഖത്തിന്. സത്യം പറഞ്ഞാൽ അതുകൊണ്ട് എൻ്റെ മുഖത്ത് ഒരു പാടുപോലും ഇല്ലാതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ടിപ്പുകൾ മാത്രമേ ഞാൻ എൻ്റെ മുഖത്ത് ചെയ്യാറുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള ടിപ്പുകൾ മാത്രമേ ചെയ്യാറുള്ളൂ, അല്ലാതെ വേറെ ഒന്നും എൻ്റെ മുഖത്ത് ഞാൻ ചെയ്യാറില്ല. പിന്നെ ഇങ്ങനെ ബീട്രൂട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള ഐറ്റങ്ങൾ മാത്രം ഇങ്ങനെ എടുത്ത് ഓരോന്നോരോന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും. അങ്ങനെ മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം.